രാത്രികാല ട്രോളിങ്ങിലൂടെ തീരക്കടലിലെ മത്സ്യസമ്പത്ത് കൊള്ളയടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ സംയുക്ത മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നാട്ടിക മത്സ്യഭവനിലേക്ക് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി. ലൈസൻസ് ഇല്ലാത്ത ബോട്ടുകൾ കണ്ടുകെട്ടാൻ സർക്കാർ നടപടി സ്വീകരിക്കുക, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ദാരിദ്ര്യത്തിലെ തള്ളിവിടുന്ന രാത്രികാല ട്രോളിംഗ് ഉടൻ അവസാനിപ്പിക്കുക, ബോട്ടുകളുടെ തീരക്കടലിലെ ഡബിൾ നെറ്റ് വലി അവസാനിപ്പിക്കുക, മത്സ്യസമ്പത്ത് പൂർണ്ണമായും നശിപ്പിക്കുന്ന അശാസ്ത്രീയ മത്സ്യബന്ധനം നിരോധിക്കുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുക, 4 മാസമായി മുടങ്ങിക്കിടക്കുന്ന മത്സ്യത്തൊഴിലാളി വിധവാ പെൻഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ. നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നാട്ടിക ബീച്ച് മത്സ്യഭവന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത മത്സ്യത്തൊഴിലാളി സമരസമിതി പ്രസിഡന്റ് PR നാരായണൻ അധ്യക്ഷനായി. സെക്രട്ടറി VK സുരേഷ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KR ദാസൻ, PV സെന്തിൽകുമാർ എന്നിവർ സംസാരിച്ചു. നടത്തുന്ന ആളുകളെ ബോട്ടുകളെ കണ്ടെത്തി അത് കസ്റ്റഡിയിലെടുക്കാനും നിയമപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കാനും ഒപ്പം തന്നെ അത് ഫൈൻ ഈടാക്കാനുള്ള നിയമം നിലനിൽക്കത്താൻ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കടലിൽ രാത്രികാല ട്രോളിങ് വലിയ രീതിയിൽ നടത്തുകയും മത്സ്യസമ്പത്ത് വലിയ രീതിയിൽ കൊള്ളയടിച്ച് തീരദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പട്ടിണിയിലാക്കുന്ന വലിയ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്.